നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ നനഞ്ഞ തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ 1 മാസം ഉപയോഗിച്ച് തീരുന്ന ഗ്യാസ് നമുക്ക് 3 മാസം വരെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിനിയാസ് വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ചധികം നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ പോലും ഇല്ല, ഗ്യാസിന് വില കൂടുതലാണ്. അപ്പം നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കിടിലൻ ടിപ്സുകളും കൂടി ഞാൻ ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള തരം 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് അവിടെ വെച്ചിട്ടൊന്ന് മുറിച്ചിട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഒരു 1/4 ഭാഗം ആ ഒരു കണക്ക് കണ്ടിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടേ. ഈ ഒരു ബോട്ടിൽ വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഏറ്റവും സിമ്പിളായിട്ടും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വേറൊന്നുമല്ല, കറണ്ടൊക്കെ പോയി, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് അരച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഇടിച്ച് ചതച്ചിട്ടൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മിക്സി ഒന്നും വർക്കിംഗ് അല്ല, കറണ്ട് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മളായിപ്പോയെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അനായാസം ചതച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ വീട്ടിൽ ഇടികല്ലും ഇല്ലയെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ല, ചതച്ചെടുക്കാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതുപോലൊരു ചെരുവത്തിലോട്ട് ചെറിയൊരു പാത്രം എടുക്കുക ഇതേപോലത്തെ. എന്നിട്ട് ഈ ബോട്ടിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ നമുക്ക് എന്താണോ ചതച്ച് എടുക്കേണ്ടത് അതിട്ട് കൊടുക്കുക. എന്നിട്ട് വേണ്ടേ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ടിട്ട് ചതച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ചപ്പാത്തിക്കോലില്ലേ അതെടുത്താലും മതി. വേണ്ട എന്നിട്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിന് തീരുമാനമാകും. നമുക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇടികളിലൊക്കെ വെച്ചിട്ട് ചതച്ചെടുക്കുന്ന അതേമാതിരി തന്നെ നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് പ്രയോജനപ്പെടാതിരിക്കത്തില്ല. ഇനി രണ്ടാമത്തെ ടിപ്പാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തൊടിയിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലയാണ്. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ കറിവേപ്പില ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കറിയാം കറിവേപ്പില മുടിക്ക് ഒരുപാട് നല്ലതാണെന്നല്ലേ. അപ്പം മുടിയെന്ന് പറയുന്നത് പെൺകുട്ടികളുടെയൊക്കെ ഒരു എന്താ പറയുക സ്വപ്നമാണ്. നല്ല നീളമുള്ള കറുത്ത് ഇരുണ്ട മുടി എന്നൊക്കെ. അതൊക്കെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല. എന്നാൽ ചിലർക്കൊക്കെ ആണെങ്കിലും നല്ല കറുത്തിരണ്ട മുടിയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ മുടിക്ക് എങ്ങനെയാണ് കറിവേപ്പില വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഹെയർ ടോൺ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ കറിവേപ്പിലയുടെ ഒപ്പം തന്നെ ഇത് ഞാൻ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. മുടി വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു നല്ലൊരു ഹെയർ ടോണാണ്, അല്ലെങ്കിൽ ഒരു ഹെയർ സ്പ്രേ എന്ന് പറയാം കേട്ടോ. ഇതിപ്പം മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ ഇതുപോലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്കിതൊന്ന് അരച്ചിട്ടും കൂടെ എടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് കട്ടി കൂടിപ്പോയി എന്ന് തോന്നിയാൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില മുടിക്ക് നല്ല തിളക്കവും ആരോഗ്യം നൽകാനും അകാല നര തടയാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ ചെറിയ ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മുടി കൊഴിച്ചിലൊക്കെ കുറച്ച് മുടി തഴച്ച് വളരാനും മുടിയെ ബലപ്പെടുത്താനും ഒക്കെ സഹായിക്കും കേട്ടോ. ഇത് അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം മസാജ് ചെയ്തിട്ട് കൊടുക്കണം. നല്ല വിരലുകൾ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് മൃദുവായിട്ടിട്ട് മസാജ് ചെയ്യുക. ഏകദേശം ഒരു അരമണിക്കൂർ സമയം എന്നിട്ട് ഇത് മുടിയിൽ വെച്ചേക്കണം. വെച്ചിരുന്നതിന് ശേഷം വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഇത് കൂടുതൽ പ്രയോജനം കിട്ടാൻ വേണ്ടി നമുക്ക് ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ ചെയ്ത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ആവശ്യമുള്ള സമയത്ത് എടുത്ത് അതേപോലെ തന്നെ തലയിലേക്ക് സ്പ്രേ ചെയ്യരുത്. അതിൻ്റെ ഒരു തണുപ്പ് മാറിയതിന് ശേഷം വേണം, ഇല്ലെങ്കിൽ ജലദോഷം പനിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ മുടി വളരും. മുടിയുടേതായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള നല്ലൊരു പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ ഈ കറിവേപ്പിലേനെ. അപ്പം നിങ്ങളിതൊന്ന് ഈ ഒരു ഹെയർ സ്പ്രേ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. വെറുതെ കെമിക്കലുകളുടെ പുറകെയൊക്കെ പോയിട്ട് മുടി കളയുന്നതിൽ എത്രയോ നല്ലതാണ് ഇങ്ങനെ നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നോക്കാം. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസിനൊക്കെ ആണെങ്കിൽ എന്നാ വിലയല്ലേ, ഗ്യാസൊക്കെ കിട്ടാൻ പോലും ഇല്ല. അപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ കടല വെള്ളത്തിലിടാതെ കണ്ട് കുതിർക്കാതെ കണ്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഡയറക്റ്റ് ആയിട്ടിട്ട് ഇങ്ങനെ നമ്മൾ കടല വേവിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് ഗ്യാസൊക്കെ ചിലവാകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കാസറോൾ എടുക്കുക. എന്നിട്ട് അതിലോട്ട് കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഇനി ചൂടാക്കാനായിട്ട് പോകേണ്ട കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞി വറക്കുന്ന ഒരു കഞ്ഞിവെള്ളം ചൂടോടുകൂടി ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചേക്കുക. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കടല ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇത് പിന്നെ നമ്മളിങ്ങനെ കുക്കറിലിട്ടിട്ട് അടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവ് എപ്പോഴും വൃത്തിയായിട്ടിട്ട് സൂക്ഷിക്കണം.
തിളച്ചൊക്കെ ചാടിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിടണം. അതുപോലെ തന്നെ ബർണറിൽ എന്തെങ്കിലുമൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ യഥാസമയം ക്ലീൻ ആക്കണം. ഇല്ലെങ്കിൽ യെല്ലോ കളർ ഫ്ലെയിമൊക്കെ വരും അല്ലേ. ഇപ്പോൾ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഗ്യാസ് സ്റ്റൗവൊക്കെ നന്നായിട്ട് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉണ്ടെങ്കിൽ, ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ ഈ ഗ്യാസ് സ്റ്റൗവിന് ചുറ്റും ഒന്ന് വിതറുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലി, പാറ്റ, ഉറുമ്പ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഈ ഗ്യാസ് സ്റ്റൗവിൽ രാത്രിയിൽ വന്നിരിക്കാനും ഉറുമ്പൊക്കെ കയറാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ടിരിക്കും. ഇനി ഗ്യാസിലോട്ട് ഇതുപോലെ നനഞ്ഞ പാത്രങ്ങളൊക്കെ കൊണ്ട് വെക്കുന്നത് കഴിവതും ഒഴിവാക്കുക. വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും കൂടി ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ വെള്ളം ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് നല്ല ഗ്യാസ് ചിലവാകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ചെറിയ ബർണർ തിരഞ്ഞെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഗ്യാസ് ഒരുപാട് വെളിയിലേക്ക് പോകും, ആ ഫ്ലെയിമൊക്കെ ഒത്തിരി ഇങ്ങനെ വെളിയിലേക്ക് പോകും. പിന്നെ സിമ്മിൽ വെച്ചിട്ട് കഴിവതും കുക്ക് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുക. പിന്നെ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ബർണറുകൾ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. കാരണം 6% മുതൽ 10% വരെ കുറഞ്ഞ ഇന്ധനം മാത്രമേ ചെറിയ ബർണറിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ലൈറ്ററുകളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റർ വെച്ച് കത്തിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കത്തി കിട്ടിയില്ലെങ്കിൽ അത്രയും ഗ്യാസ് നമുക്ക് നഷ്ടമായി തീരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഗ്യാസ് കത്തിക്കുമ്പോൾ ആ ലൈറ്റർ കറക്റ്റായിട്ടുള്ളത് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ലൈറ്റർ എപ്പോഴും കൃത്യമായിട്ടൊരു സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ കൊണ്ട് വെച്ചിരുന്നാൽ തിളച്ച് ചാടിയിട്ട് അതിലൊക്കെ അഴുക്കൊക്കെ പറ്റിയിട്ട് ലൈറ്റർ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തല കീഴായിട്ട് ഇതുപോലൊരു പൊസിഷനിൽ വേണം നിങ്ങളുടെ ലൈറ്റർ നിങ്ങൾ സൂക്ഷിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കത്തി കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങളിങ്ങനെ കുക്കറിൽ ഒരു കഷ്ണം ചിരട്ട ഇട്ടതിന് ശേഷം ചോറ് വെച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ചെറിയൊരു കഷ്ണം ചിരട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അരി കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ കഞ്ഞി വെക്കുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ കഞ്ഞി വെന്ത് കിട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പണ്ട് കാലത്തൊക്കെ ഉള്ള നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നതാണ്. ഇറച്ചിയൊക്കെ വേകുന്ന സമയത്ത് അതിനകത്ത് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ചിരട്ട ഇടുക, അല്ലെങ്കിൽ പയർ അങ്ങനെയൊക്കെ ഉള്ളത് കറി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ചിരട്ട ഇടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിപ്പോൾ ജയ റൈസ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു, ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പം ഞാനൊരു 2 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. ഒരു അരമണിക്കൂറൊന്ന് ഓഫ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടോ, ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ചോറ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ലതുപോലെ വെന്ത് നമുക്ക് കറക്റ്റായിട്ടിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയും നമുക്ക് ഗ്യാസ് ലാഭിക്കാം. അപ്പം നിങ്ങളിനി കുക്കറിൽ ചോറ് വയ്ക്കുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം ചിരട്ട, അത് ചിരട്ടയൊക്കെ എടുക്കുമ്പോൾ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് കഴുകി അതിൻ്റെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളയണം. പിന്നെ ഇങ്ങനെ ചിരട്ടയിട്ട് കഞ്ഞി വയ്ക്കുന്നത് കൊണ്ട് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് കേട്ടോ. ആ കഞ്ഞി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അറിയാമല്ലോ, ചിരട്ടയ്ക്ക് ഒരുപാട് ഷുഗർ, പ്രഷർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ഗുണമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഞ്ഞി വെക്കുന്ന സമയത്ത് ഇനിയിപ്പം നിങ്ങൾ കുക്കറിലല്ല, നിങ്ങൾ സാധാ രീതിക്കുമ്പോൾ നിങ്ങൾ കഞ്ഞി വെക്കുകയാണെങ്കിലും ചെറിയൊരു കഷ്ണം ചിരട്ടയും കൂടി ഇടുകയാണെങ്കിൽ അത് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാസിനൊക്കെ നല്ല വില കൂടി നിൽക്കുന്ന സമയമാണ്, തന്നെയിലെ ഗ്യാസൊന്നും കിട്ടാനുമില്ല. അപ്പം വീട്ടമ്മമാർക്കൊക്കെ ഒരു സംശയമാണ് ഗ്യാസ് തീരുവോ എന്നുള്ളത് അല്ലേ. അപ്പം എന്നാണ് കണക്ട് ചെയ്തത് എന്നുള്ള ആ ഒരു കണക്റ്റിംഗ് ഡേറ്റ് ഒന്നും നിങ്ങൾ കുറിച്ച് വെച്ചിട്ടില്ല എങ്കിൽ പിന്നെ അത് എപ്പോൾ തീരും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇനി അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. നനഞ്ഞ ഒരു ടവൽ എടുത്തിട്ട് ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലൊന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഉള്ള ഭാഗത്ത് ആ നനവ് നിലനിൽക്കും, അല്ലാതെ മുകൾ ഭാഗത്തോട്ടുള്ളതെല്ലാം വെള്ളമയെല്ലാം വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ നനവ് നിലനിൽക്കുന്ന ആ ഭാഗം മുതൽ താഴേക്ക് ഗ്യാസ് ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ട്രിക്ക് വീട്ടമ്മമാരൊന്ന് ഓർപ്പിച്ച് വെച്ചോ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. ഇനി അടുത്തത് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണേ. നിങ്ങൾ കൂർക്കം വലി മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഒരു എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൈ വിരലുകൾ ഇതുപോലൊന്ന് മടക്കി പിടിക്കുക കേട്ടോ. അവസാനത്തെ 2 വിരൽ ഇങ്ങനെ മടക്കി പിടിക്കുക. അതിൻ്റെ മുകളിലായിട്ട് തള്ളവിരലും കൂടെ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് ചൂണ്ടുവിരലും നടുവിരലും ഇതുപോലെ മടക്കുകയും നൂറുകയും ചെയ്യുക. ഡെയിലി 30 പ്രാവശ്യം ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കൂർക്കം വലി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സുകൾ. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.